ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. മുഹറം 9ഉം 10ഉം ഒക്കെ അല്ലേ, അപ്പൊ നമുക്ക് ഈസി ആയിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ പുറം ക്രിസ്പിയും അകം ജ്യൂസി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയാലോ. അപ്പൊ അതിനായിട്ട് ആദ്യം ഒരു ബൗൾ എടുക്കുക. 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 സ്പൂൺ മുളക് പൊടി, കുറച്ച് ചിക്കൻ മസാലയും പിന്നെ നമ്മുടെ ഗരം മസാലയും കൂടെ കുറച്ച് ചേർത്ത് 1 സ്പൂൺ കോൺഫ്ലവർ പൊടി, ഒരു അരമുറി നാരങ്ങ പിഴിഞ്ഞെടുത്ത ജ്യൂസ്, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മുടെ ചിക്കനും കൂടെ ഇതിനകത്ത് നല്ലോണം മിക്സ് ആക്കുക. അതിനുശേഷം ഒരു 2 മിനിറ്റ് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം, അല്ലെങ്കിൽ പിന്നെ പാൻ അടുപ്പത്ത് വെക്കുക, ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക, ഇതെല്ലാം അങ്ങോട്ട് നിരത്തി കൊടുക്കുക. പിന്നെ ഇത് നന്നായിട്ട് മൊരിഞ്ഞോട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ ഇടയ്ക്കൊന്ന് തിരിച്ചും മറിച്ചും കുത്തിയൊക്കെ നോക്കണം അത് ആയിട്ടുണ്ടോന്ന്. അപ്പൊ ഇതുപോലെ ഒരു സൈഡ് ഇതുപോലെ മൊരിഞ്ഞു വരുന്ന സമയത്ത് നമുക്കത് തിരിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഒരു ഡിസ്ക്ലൈമറും കൂടെ ഉണ്ട്. ഇത് മടിച്ചുകൾക്കും മടിയന്മാർക്കും കൂടെ പ്രിപ്പയർ ചെയ്യാൻ പറ്റിയ വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അധികം പൊടിപ്പോ തൊങ്ങലോ ഒന്നും ഇല്ലാത്ത ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആട്ടോ. അപ്പൊ ഏകദേശം ഈ ഒരു പരുവായി കഴിയുമ്പോഴത്തേക്കും പിന്നെ ഇടയ്ക്ക് അങ്ങോട്ടും അങ്ങോട്ടും ഒക്കെ ഇട്ട് തിരിച്ചു മറിച്ച് വെക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അടച്ചു വെക്കേണ്ട കാര്യം പറയണ്ടല്ലോ, അടച്ചും തുറന്നും വേണം നമ്മൾ വേവിച്ചെടുക്കാൻ. പിന്നെ ഏകദേശം ഈ ഒരു പരുവാകുമ്പോൾ കഴിയുമ്പോഴേക്കും നമ്മുടെ പുറം നല്ല ക്രിസ്പിയും അകം നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും. ഒരു 10-15 മിനിറ്റ് ഒക്കെ സ്ലോ കുക്ക് ചെയ്ത് കഴിയുമ്പോഴേക്കും ഏകദേശം അത് വെന്ത് വരും. അപ്പൊ ഇത്രയൊക്കെ ആകുമ്പോഴത്തേക്കും പരിപാടി കഴിഞ്ഞു. ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറിയ സംഭവം കഴിഞ്ഞു. കാണാൻ വലിയ ബർക്കത്തൊന്നും ഇല്ലെങ്കിലും കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെയുള്ള ബെൽ ബട്ടണും കൂടെ അമർത്താൻ മറക്കല്ലേ, എന്നാലേ നമ്മളിടുന്ന നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്പൊ തന്നെ നിങ്ങൾക്ക് വരുള്ളൂ. അപ്പോ താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.